അതായത് പാർട്ടി ശ്രീ വീണ വിജയനെ മൊത്തമായും ഡിഫെൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഇത് രാഷ്ട്രീയമായ ഒരു കേസായിട്ട് മാറുന്നു. പിണറായി വിജയൻ എന്ന മുൻ മുഖ്യമന്ത്രിയെ, ഇന്നത്തെ ഓപ്പോസിഷൻ ലീഡറെ ഇതുവരെ ക്വസ്റ്റ്യൻ ചെയ്തില്ല എന്നും ഒരു ന്യൂസ് ഉണ്ട്. അതിൻ്റെ വാസ്തവം നമ്മൾ പിന്നെ അറിയത്തുള്ളൂ. അവർ ടാർഗറ്റ് ചെയ്തത് വീണ വിജയനാണ് എന്ന് വളരെ കൃത്യമാണ്. അത് കേസ് എന്താണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് സാർ നമ്മൾ ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്? അതായത് പാർട്ടി CPM എന്ന പാർട്ടി പിണറായി വിജയനൊപ്പം വീണ വിജയന്റെ പുറകിലും അണിനിരന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? ചെറിയ അതിലേക്ക്, അതിന്റെ വിവിധ വശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ കണ്ണിൽ ഇന്ന് കേരളത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പൊതുപ്രകടനം, ഈ പെർഫോമൻസ് കേരളത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിലെ ഒരു കരിദിനമാണ്. കാരണം ഇത് ജനാധിപത്യത്തെ വെല്ലുവിളിക്കുക മാത്രമല്ല, അത് ഇപ്പൊ നമുക്ക് 2014 മോഡി സർക്കാരിന്റെ ചരിത്രം, അതിന്റെ ഒരു ഇതറിയുന്നവർക്ക്, ചരിത്രം അറിയുന്നവർക്ക് ഇത് പുതിയ കാര്യമല്ല. EDയുടെ ഇത്തരത്തിലുള്ള ഹൈ വിസിബിൾ ആയിട്ടുള്ള പെർഫോമേറ്റീവ് ആയിട്ടുള്ള റെയ്ഡുകൾ പല സംസ്ഥാനങ്ങളിൽ പല പ്രതിപക്ഷ നേതാക്കളെ, കോൺഗ്രസ് നേതാക്കളെ എല്ലാം നമ്മൾ പരിചയമാണ്. അപ്പൊ കേരളത്തിലെ സാക്ഷരരായ ജനങ്ങൾക്ക് EDയെ കുറിച്ച് വലിയ പ്രതീക്ഷയോ അല്ലെങ്കിൽ അവർക്ക് EDയെ കുറിച്ച് നല്ലോണം അറിയാം. ഒരു ഇന്നത്തെ മോഡി ഷാ സർക്കാരിന്റെ ഒരു രാഷ്ട്രീയ ഉപകരണം മറ്റു പലതും പോലെ, മറ്റു പല സ്ഥാപനങ്ങളും പോലെ ഇന്നിപ്പോ ഏറ്റവും ഒടുവിൽ SIRന് അനുകൂലമായിട്ടുള്ള സുപ്രീം കോടതിയുടെ വിധിയും വന്നു. അപ്പൊ അതിനെപ്പറ്റി വ്യാമോഹങ്ങളൊന്നും ജനാധിപത്യ വിശ്വാസികൾക്കില്ല. എന്നാലും കേരളത്തിന്റെ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു ഇത്രയും ഹൈ പ്രൊഫൈലായിട്ട്, ഇത്രയും പബ്ലിക് വിസിബിലിറ്റിയും ഉള്ള ഒരു റെയ്ഡ് ഉണ്ടായിട്ടില്ല. അത് ഇതിനെല്ലാം ഇതിന്റെ എല്ലാ കാരണഭൂതൻ പിണറായി അല്ലേ എന്നാണ് ചോദ്യം. താങ്കൾ ഉദ്ദേശിച്ച ചോദ്യം അതെനിക്ക് പിണറായി വിജയൻ പേഴ്സണലി ഞാൻ ഇതിൽ ബ്ലെയിം ചെയ്യത്തില്ല. അദ്ദേഹം ഇതിന്റെ ഒരു വിക്ടിമാണ്. മനസ്സിലായി, എനിക്ക് ചോദ്യം മനസ്സിലായി. ചെറിയാൻ താങ്കൾ ഉദ്ദേശിക്കുന്നത് ഇതിനെല്ലാം വരുത്തി വെച്ചതല്ലേ എന്നാണ് ചോദിച്ചത്. എനിക്ക് അങ്ങനെയാണ് ഞാൻ മനസ്സിലായത്. ഇതിനെല്ലാം കാരണം ഇത്തരത്തിലുള്ള ഒരു അതെ, അത് മനസ്സിലാക്കാം. ഞാൻ തമാശ പോലെ കാരണഭൂതൻ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അതിന്റെ ചെറിയ പരിഹാസത്തിന് എനിക്ക് സ്വാതന്ത്ര്യം തരണം. അപ്പൊ ഞാനത് പറഞ്ഞത്, താങ്കൾ പറയുന്ന രീതിയിൽ ഇതിന്റെ മൂല കാരണം ഞാൻ യോജിക്കുന്നു. അതായത് പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടി ഒരു ചെറുകിട വ്യവസായം, ഒരു സ്റ്റാർട്ടപ്പ് പോലെയുള്ള ഒരു കൺസൾട്ടൻസി തുടങ്ങുന്നത് ആദ്യമേ ചെയ്തുകൂടാത്ത ഒന്നാണ് ചെയ്തത്. AKG സെന്റർ പോലെ തന്റെ അച്ഛന്റെ പാർട്ടി ഓഫീസിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു തൊഴിൽ സംരംഭം ഒരിക്കലും വീണ തുടങ്ങാൻ പാടില്ലായിരുന്നു. അങ്ങനെ തുടങ്ങുന്നു എന്നറിഞ്ഞാൽ സഖാവ് പിണറായി വിജയൻ, അദ്ദേഹം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗവും അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമാണ്, അദ്ദേഹം അത് അനുവദിക്കാൻ പാടില്ലായിരുന്നു. ഇതാണ് എന്റെ നിലപാട്. CPM-ന്റെ വലിയ തിരിച്ചടിക്ക് അവർ തന്നെ ഇരുട്ടിൽ തപ്പുകയാണ്. അതിന് എങ്ങനെയാണ് ഇതിന്റെ പരിഹാരത്തിൽ? അതിൽ പാർട്ടി സഖാക്കളും ബഹുജനങ്ങളും അതിൽ ഒരു പ്രധാന ഉത്തരവാദി സഖാവ് പിണറായി വിജയൻ ആണെന്ന ഒരു അന്തരീക്ഷത്തിൽ അങ്ങനെ ഒരു ചർച്ച നടക്കുന്ന സമയത്ത് ഇതെന്താണ് ചെയ്യുന്നത്? ഇത് ചെയ്യുന്നതിൽ വേറൊരു പക്ഷേ ഇതൊരു വീരപരിവേഷം കൊടുക്കുകയല്ലേ ഉണ്ടായത് ഇന്നത്തെ ദിവസത്ത്. താങ്കളൊന്ന് ആലോചിച്ച് നോക്കൂ അല്ലെ. ഇതില് ഇന്ന് കിട്ടിയത് പാർട്ടി തളർന്നിരുന്ന പാർട്ടി കാഡറുകളെല്ലാം ഉണർന്നു. അപ്പൊ അതിന്റെ സാർ, അവിടെയാണ് നമ്മൾ BJP-യെ കോൺഗ്രസ് പോലെ എടുക്കുന്നത്. ആ തെറ്റ് നമ്മൾ കാണിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഡൽഹിയിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അവരെ സംബന്ധിച്ചോളം ഇപ്പോൾ പിണറായി വിജയനും CPM-ഉം ഡൗൺ, അല്ലാതെ കുറച്ച് താന്നിരിക്കുകയാണ്. അധികാരമില്ല, അവർ കൺഫ്യൂസ്ഡ് ആണ്. അധികാരം എങ്ങനെ പോയെന്ന് അവർക്ക് തന്നെ പറയാൻ പറ്റുന്നില്ല. ഈ സമയമാണ് BJP-യെ സംബന്ധിച്ചോളം ഗോൾഡൻ സമയം. ആരോ പറയത്തില്ലേ, അവൻ തളർന്നു കിടക്കാണ്, അടിക്കണം അവനെ എന്ന് പറയുന്നത്. അതാണ് BJP അവരുടെ മനോഭാവം.
അവരെ കാണിച്ചിട്ടുണ്ട് പലയിടത്തും. ഇതാണ് അവർ ചെയ്തു. താങ്കൾ പറയുന്നത് ടെസ്റ്റ് ഡോസ് തന്നെ ഒരു മെഗാ ഡോസായി. സാധാരണ ടെസ്റ്റ് ഡോസ് ഇങ്ങനെ ഒരു മെഗാ ഡോസ് ഒരു ഡോക്ടറും പരീക്ഷിക്കുകയില്ല. അപ്പൊ അതിന്റെ പുറകിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, EDയുടെ അമർഷം, അതായത് അവരെ ഒരു തരത്തിലുള്ള ഈ CMRL എക്സാലോജിക് ബന്ധത്തെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണവും എവിടെയും എത്തുന്നില്ല. കാരണം അതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. വിജിലൻസിലാണെങ്കിൽ അന്ന് CPM ഭരിച്ചുകൊണ്ടിരുന്ന വിജിലൻസിന്റെ തടസ്സം നമുക്ക് ന്യായമായി പ്രതീക്ഷിക്കാം, രാഷ്ട്രീയ പക്ഷപാതം എന്ന് പറയാം. പിന്നീട് ഹൈക്കോടതിയിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കേസുകൾ എല്ലാം CMRL-ഉം KSIDCയും, കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമായ KSIDCയും അതുമൂലം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരും തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു വാസ്തവമാണ്. ആ നിയമത്തിന്റെ ഇതിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇന്നലെ അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞ ഒരു സ്റ്റേ, തൽക്കാലം ഇതിന്റെ അന്വേഷണത്തിന് ഒരു സ്റ്റേ കൊടുത്തിരുന്ന സ്റ്റേ പെട്ടെന്ന് ഹൈക്കോടതി ഇന്നലെ ലിഫ്റ്റ് ചെയ്യുന്നു. അപ്പൊ കിട്ടിയ ആ സ്വാതന്ത്ര്യത്തിന്റെ അഹങ്കാരത്തിൽ ഞങ്ങൾക്ക് ഒരു അനുമതി ആദ്യമായി ലഭിച്ചിരിക്കുന്നു എന്നതിന്റെ ഹുങ്ക് പ്രകടിപ്പിക്കുന്ന ഒന്നായി കാണാം. രണ്ട്, അമിത്ഷാ, ഡോവൽ, മോഡി അവരുടെ ഏറ്റവും ഉയർന്ന RSS ബുദ്ധി കേന്ദ്രത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ കക്ഷിയായി CPM ഒരിക്കലും ഉയർന്നു വരരുത്, അതിന്റെ സ്ഥാനം BJPക്ക് ഉണ്ടാവണം എന്നുള്ള ദീർഘകാല ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ CPM-നെ അതിന്റെ നേതാവിന്റെ കുടുംബത്തിലൂടെ കരിതേക്കാനുള്ള ഒരു രാഷ്ട്രീയ ശ്രമം ആയി നമുക്ക് കാണാം. ഇത് രണ്ടുമാണ് ഞാൻ ഇങ്ങനെ വസ്തുനിഷ്ഠമായി നിഷ്പക്ഷമായി വിലയിരുത്തുകയാണെങ്കിൽ ഇന്ന് ഒരു കരിദിനം. ഇത് സത്യം കണ്ടെത്താനുള്ള വഴികൾ അടയ്ക്കുകയാണ്. ഇതിന് എല്ലാ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ മലയാളികൾ ഒരുമിച്ച് ഇത് ഇവിടെ നടപ്പില്ല എന്ന് പറയണം. അതിന് അക്രമ മാർഗത്തിലേക്ക് പോകരുത്. അതും നമുക്ക് ഇന്നത്തെ അനുഭവമാണ്. അക്രമത്തിലേക്ക് പോയി കഴിഞ്ഞു. ഇപ്പൊ തിരുവനന്തപുരത്ത് ഞാൻ ടെലിവിഷൻ മുമ്പിൽ ഇരിക്കുന്നതുകൊണ്ട് കാണാം, തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ പുറത്തുള്ള ഉദ്യോഗസ്ഥന്മാർ കാറിൽ ചിലപ്പോൾ ആ കാർ അടിച്ചു തകർക്കുകയും അവർക്ക് പരിക്ക് പറ്റുകയും ഒക്കെ ചെയ്തു. അത് ഫാസിസ്റ്റുകളെ സഹായിക്കുകയുള്ളൂ. കാരണം നമ്മൾ മനുഷ്യാവകാശങ്ങളും നമ്മൾ സമാധാനവും പാലിച്ചില്ലെങ്കിൽ അത് ഫാസിസത്തിന്റെ ശക്തിപ്പെടുത്തുകയുള്ളൂ എന്ന് പിണറായി വിജയനെയും പാർട്ടിയെയും സ്നേഹിക്കുന്ന സഖാക്കൾ തിരിച്ചറിയണം. ഇവരെ തുറന്നു കാട്ടി നമ്മളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ്. അതന്നെ, ഈ ഇൻസിഡന്റ് ഉപയോഗിച്ചിട്ട് സെന്റർ ഇപ്പോൾ കേരള സർക്കാരിനെ കുറ്റപ്പെടുത്തും. കണ്ടില്ലേ അതെ, അതെല്ലാം വരാൻ പോവുകയാണ്. അതെ, തീർച്ചയായിട്ടും. അതായത് നിയമപരിപാലനം ഉറപ്പുവരുത്തുന്നില്ല ഈ സർക്കാർ. അതപ്പോ രണ്ടുപേരെയും, അപ്പൊ UDF-നെയും CPM-നെയും ഒരേ വടി കൊണ്ട് അടിക്കാനുള്ള ഒരു സന്ദർഭം കൂടിയാണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്കപ്പോ വേണം നമ്മുടെ രാഷ്ട്രീയ ബോധം. നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിൽ നമ്മുടെ മുഖ്യ ശത്രു ഫാസിസമാണെന്ന് തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ ബോധം UDF-ന്റെയും LDF-ന്റെയും അണികൾക്കും നേതാക്കൾക്കും ഉണ്ടാവും. അതിന്റെ അവസാനത്തെ ഒരു മുന്നറിയിപ്പായി ഈ ദിവസം കാണും. പിന്നീട് ആരുടെ അഴിമതിയായാലും അതിന് സത്യം പുറത്തു വരണം. പാർട്ടി ഒരിക്കലും വ്യക്തിപൂജയിൽ മുഴുകരുത്, വ്യക്തിയുടെ തെറ്റുകൾ കുട പിടിക്കരുത്. ഇതിന് നിരവധി ലെസൺസ് ഉണ്ട്. അത് എല്ലാം മലയാളി ഈ വൈകാരിക നിമിഷത്തിൽ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമുക്ക് ഇത്തരം സമചിത്തതയുടെ ഒരു മാർഗം, ഒരു നൈതികതയുടെ മാർഗം നമുക്ക് പറയാതെ കഴിയുകയില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം ഇന്ത്യയിൽ ഇനി എത്ര നാൾ ഉണ്ടാവുമെന്ന് ഉറപ്പില്ലാത്തൊരു സമയത്ത് ഇത്തരത്തിലുള്ള ഒരു കെണിയിൽ, ഒരു ഫാസിസ്റ്റ് കെണിയിൽ LDF-നില്ല, CPM മാത്രമാണ് ഇപ്പോൾ രംഗത്ത്. അപ്പൊ അതും താങ്കൾക്ക് അറിയാമല്ലോ. CPIക്ക് വേറൊരു അഭിപ്രായമാണ് ഈ കാര്യത്തിൽ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അങ്ങനെ. അപ്പൊ CPI-യും ജനാധിപത്യ കക്ഷികളാകെ, മതനിരപേക്ഷ കക്ഷികളാകെ ഇതിൽ ആഹ്ലാദിക്കുകയും അരുത്. ഇത് വെച്ചുകൊണ്ട് തങ്ങൾക്ക് തൊട്ടു മൂക്കിന് താഴെ കാണുന്ന ശത്രുവിനെതിരായിട്ടുള്ള ഒരു ഇതാക്കി മാറ്റുകയും ചെയ്യരുത്. അല്ല, അവിടെയാണ് സർ ഇത് വളരെ സംയമനത്തോടുകൂടി ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അത് എല്ലാ പാർട്ടികളും, കോൺഗ്രസും CPM-ഉം മറ്റു ചെറു പാർട്ടികളും അത് നോക്കിക്കണ്ട് ഇത് കേരളത്തിന്റെ പൊളിറ്റിക്സിനെ തിരിമേൽ മറിക്കാൻ അല്ലാതെ
പിണറായി വിജയനെയോ അല്ലെങ്കിൽ വി ഡി സതീശനെ കൊച്ചാക്കാൻ വേണ്ടിയല്ല. ഇത് കേരളത്തിന്റെ ഒരു വലിയ പദ്ധതിയുടെ തുടക്കമായിട്ട് നമ്മൾ ഇതിനെ സമീപിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. അത് തന്നെയാണ് ശ്രീ മാധവൻകുട്ടിയും പറഞ്ഞത്. നന്ദി, നമസ്കാരം. ഇത് എങ്ങനെ പോകുന്നു നമുക്ക് വരുന്ന സന്തോഷം. ചെറിയ